സമ്മാനം ചെടിയാണ്. ചെവിയിൽ ടേപ്പ് വെച്ചോണ്ട് ഒരു ടേസ്റ്റ് ഇല്ലടി. വെയിലിൻ്റെ കാഠിന്യം കൂടുന്നുണ്ട്. ഡേറ്റ്സ് ഒക്കെ ഇതാ നോക്കിയേ, കളറൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ ഇനി വേഗം തന്നെ ഇത് പഴുത്ത് വിളവെടുക്കാം കേട്ടോ. രാത്രി മല കയറുന്നതൊക്കെ നമ്മൾ കുറേ തവണ വീഡിയോ എടുത്തിട്ടുള്ളേ, അതുകൊണ്ട് അതൊന്നും എടുത്തില്ല. ഇപ്പം പാട്ട് പാടാൻ അറിയാതെ. ആ മലയുടെ ഹൈറ്റ് നോക്കി. മലയാണോ മതിലാണോ? ആ നമ്മൾ അമറാത്ത് മല ഇറങ്ങി വന്നേ അതാണോ? അവിടെ അവിടുന്ന് വണ്ടി ഇറങ്ങി വരുന്നതാണെന്ന്. ഓ പോവാന്നേ. In 400 meters at the roundabout, continue straight. ആ മലയുടെ താഴോട്ട് ആ സൂര്യൻ ഇറങ്ങുമ്പോഴത്തേക്ക് ആ ഒരു ഷെയ്ഡ് വീഴ്. അല്ല മറ്റേ ഒരു ഓണമുറ്റത്ത് അതിനകത്തൊരു ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ, പഠിച്ചിട്ടുണ്ട്. 300 meters at the roundabout, take the second exit onto the ramp. ഇതെവിടായിട്ടാ? ഇതെന്തുവാ? ഇത് വലിയ വണ്ടി ഇതിനകത്തൂടെ കേറത്തില്ലല്ലേ? ആ നമ്മൾ ഇതിലേക്കൂടെ അങ്ങോട്ട് പോയതും. ഇതിപ്പോ കറക്റ്റ് സ്ഥലം എവിടാ? ഇത് അമറാത്ത് തന്നെ. ആ ഡാമിനകത്ത് വെള്ളം അവിടാന്നോ ഡാം? പിന്നെ വെള്ളം വരുന്ന അവിടുന്ന്. അപ്പൊ നമ്മൾ ആ മേളിൽ ഇരുന്നോണ്ട് കണ്ടത് അതായിട്ടാ, അതല്ല. അപ്പൊ ഡാം അല്ല. അപ്പോഴ് ഡാമും കണ്ടോ? അന്ന് നമ്മളെല്ലാം മാങ്ങ വാങ്ങാൻ വന്നേൻ്റെ അന്ന്. ഇതിപ്പോ 5:15 ഇരുട്ട് വീണ്. അല്ല മറ്റേ അങ്ങ് പെട്ടെന്ന് അങ്ങ് ഇരുട്ടിയാണ്. ഇനി ഇവിടുന്നാണോ നമ്മള് മറ്റേ മാങ്ങ വാങ്ങാൻ പോകുന്നിടത്ത് പോന്നെ? നേരെ തന്നെ ആണോ പോന്നെ? മാങ്ങ വേണപ്പോ മാങ്ങ നമ്മള് മേടിച്ചോണ്ടോ എല്ലാം തീർന്ന്. ഇപ്പൊ കപ്പയ്ക്ക ആർക്ക് വേണം? കൊറേ മേടിച്ചോണ്ടെന്ന്. പക്ഷെ അതിനകത്ത് ഉള്ളില്ലടേ. മാങ്ങ പിന്നെയും കുഴപ്പമില്ല കേട്ടോ. ആ ഏട്ടൻ നാട്ടിൽ പോയി 2 കപ്പയ്ക്ക മേടിക്കാൻ പോയാ പോയിട്ട് വന്നാൽ മതി. കപ്പയ്ക്ക മേടിക്കാൻ നാട്ടിൽ പോയിട്ട് വരണോ? ഓ ഇതാണോ? Continue for 2 kilometers. വീണ്ടും അമറാത്തില്ലല്ലേ? വധമാണെന്നാണ് ഞാൻ വധമാണെന്ന്. ഞങ്ങളെ സഹിക്കുന്ന അച്ഛനൊരു ഓസ്കാർ അവാർഡ് വേണമല്ലോ അല്ലേ? ചെവിയിൽ ടേപ്പ് വെച്ചോണ്ട് നടക്കേണ്ടത്. സമ്മാനം ചെടിയാണ്. സമ്മാനം ചെടിയല്ലേ? പേപ്പർ റീസൈക്ലിങ്ങിന്റെ ഭാഗമായിട്ട് സർഗശക്തി ഉണ്ടോ കൊച്ചിന്? നല്ല സർഗശക്തിയാണ്. ആന്റിക്കുള്ള കൈ കൊടുക്ക്. ഇനി ചെടി എടുത്തോ. ചെടി എടുക്ക. നിങ്ങൾക്ക് തന്നേല്ലേ? എടുക്ക ഓരോന്നെടുക്ക്. കവി എടുക്ക്. ആ എന്തേ ആണോടാ? കളറടിച്ചപ്പോ ഒരു പുല്ല് കിട്ടി ഗൈസ്. പുല്ലല്ല, ഒരു ചെടി. ആ സ്കൂളിൽ കൊണ്ടുവന്നായല്ലേ? ഞാൻ കൊണ്ടുപോകത്തില്ല. ഇത് എന്താ? എനിക്ക് എന്നെ റൂമിൽ വെച്ച് വളർത്താനുള്ളത്. എന്റെ ബനാന ഫെർട്ടിലൈസ് ചെയ്യുന്നതിന് കൊണ്ടുവരാനുള്ളതാ. ഓക്കെ ചെടിയില്ലേന്ന് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. 2 ചെടിയായ 1 ചെടിന്ന് വേണം പറഞ്ഞോണ്ടിരുന്നിട്ട്. അപ്പൊ ഇതിനെ നമുക്കൊന്ന് നശിപ്പിക്കണം. എന്തിനാ? എന്നിട്ട് ഇത് നശിപ്പിച്ച ചെടി ഒരു ജീവൻ വന്ന ചെടി. ഏറ്റവും സമാധാനായി.
മോഹിനിയാട്ടത്തിനകത്തുള്ള നീ പുറകോട്ട് വിളിച്ചു. മോഹിനിയാട്ടത്തിൽ അവരുടെ പേരെന്താ? കലാരഞ്ജി. അവരില്ലേ ആ പാമ്പ് ഇല്ല ആൾക്കാർ അങ്ങനെ നില്ല ഇങ്ങോട്ട് നില്ല. ഡയലോഗ് പറ, മൂന്നുപേര് കൂടിയ പാമ്പ് ചാവില്ല. 3 പേര് കൂടിയ പാമ്പേ ആവില്ല. ആ പാമ്പ് ചത്തും വരാം. ഭാവ്യമോള് ലുലു വന്നപ്പോഴത്തേക്ക് അവൾക്ക് ഇതാ ലുലുന്ന് 2 ചെടി. ഒരു സിബ്ലിംഗ് ഉണ്ടാവണമെന്ന് പറഞ്ഞത് കണ്ടോ, ഒരു വടിക്ക് 2 പക്ഷി. എനിക്കൊരു സയൻസ് പ്രോജക്റ്റ് വരുന്നുണ്ട്, ബനാന പീൽ ഫെർട്ടിലൈസർ. അപ്പോൾ അതിനകത്ത് കേടായ ചെടിയും നല്ല ചെടിയും കാണിക്കണം. ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ ആശയക്കുഴപ്പത്തിലായിരുന്നു, എവിടെ നിന്ന് കിട്ടും ചെടിയെന്ന്. അപ്പോൾ എനിക്ക് ഇനി കൂട്ടുകാരോട് പറയാം, ചെടി കിട്ടി. ഇല്ലെങ്കിൽ ഞാൻ മേടിക്കേണ്ടി വരുമായിരുന്നു. നമ്മൾ തൂക്കും, എവിടെന്നെങ്കിലും ഒപ്പിക്കേണ്ടി വരും. അമ്മയുടെ മണി പ്ലാന്റ് അമ്മ തരില്ലല്ലോ. അമ്മയുടെ മണി പ്ലാന്റ് ഞാൻ ചോദിച്ചപ്പോൾ തരത്തില്ലെന്ന് പറഞ്ഞു. അത് തരാൻ ഒക്കത്തില്ല. അവർക്ക് സ്കൂളിൽ കൊണ്ടേ പരീക്ഷണം നടത്താൻ എൻ്റെ മണി പ്ലാന്റ് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കൂലെന്ന് കേട്ടോ. അമ്മയ്ക്ക് വരാം, അമ്മ വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചാൽ മതി. അതൊക്കെ വരികയൊക്കെ ചെയ്യാം. അല്ല, ഇങ്ങനെ ചോദിക്കണം, എന്തുകൊണ്ടാണ് വാഴയുടെ വെള്ളം ഒഴിച്ചപ്പം ചെടി കിളിച്ചു തന്നോ? നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഞങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കിയാൽ ഞങ്ങളൊക്കെ ഉത്തരം പറഞ്ഞ് അമ്മയെ കൺവിൻസ് ചെയ്യിപ്പിക്കാം. അതാ അപ്പൊ നമ്മള് അമറാത്ത് ലുലുവിൽ നുജും മാളിൽ നിന്ന് ഇറങ്ങുകയാണ്. നജും മാളല്ലേ? നുജും. അപ്പൊ അമറാത്ത് ലുലുന്ന് കിട്ടിയതാണ് ഫവിമോക്ക്. ഇനി നമ്മള് അടിക്കണായിരുന്നു. അപ്പൊ ഇങ്ങനെ പറയായിരുന്നു. ഇനി നമ്മളെ കോയിൻ പിസ മേടിച്ചിട്ടുണ്ട്. കോയിൻ പിസ വിശന്നൊരു വഴിയായി, അത് വേഗം പോയി കഴിക്കണം. വാച്ച വണ്ടി കയറി വാ. കോയിൻ പിസ ഒരു ടേസ്റ്റ് ഇല്ലടി. അത് വെജിറ്റബിൾ ആണ് നല്ലത്. നമ്മൾ മേടിക്കുന്ന എപ്പോഴും വെജിറ്റബിൾ പിസയാ. വേണ്ടേ? അപ്പോൾ അതേ നമ്മൾ കോയിൻ പിസയൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുക. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഒപ്പം കൂടിക്കണം. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.